RJ ബിൻസി ബിഗ് ബോസ് താരമായിരുന്ന RJ ബിൻസി ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്നു RJ ബിൻസി. എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഉണ്ട് അതിൻ്റെ നിന്ന് തുടക്കത്തിൽ തന്നെ പുറത്തായ ഒരു വ്യക്തിയാണ് ബിൻസി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു റീ എൻട്രി ഉണ്ടായിരുന്നു. റീ എൻട്രിയിൽ വന്നിട്ട് കുറച്ചൊക്കെ തന്നെ ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിൻസി. അതായത് മസ്താനിയുമായിട്ടൊക്കെ ഉള്ള ഒരു വഴക്കും കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തിയാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതായത് വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു. ബിഗ് ബോസ് താരം RJ ബിൻസിക്കെതിരെ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൺലൈൻ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാണാനിടയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന വ്യക്തി, അതായത് RJ ബിൻസിയും അതോടൊപ്പം തന്നെ ഈ പറ്റിച്ചു എന്ന് പറയാം, അതായത് ഈ പറയുന്ന തരത്തിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ ആ ഒരു ആഭരണങ്ങൾ ഓൺലൈനായിട്ട് കച്ചവടം ചെയ്യുന്ന അവരും ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് കൂട്ടരുടെ കാര്യവും ഇതിൽ തന്നെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ബിൻസി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, അതല്ല കള്ളത്തരമാണോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ഒരു സംഭവം ഈ ഓൺലൈൻ മീഡിയ ഇട്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഞാൻ വിശദമായിട്ട് വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 7 താരം RJ ബിൻസിക്കെതിരെ ഗുരുതരമായ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണവുമായി ഇൻസ്റ്റഗ്രാം ഓൺലൈൻ ബൊട്ടീക് രംഗത്ത് ഇഷ ബൈ PK എന്ന ട്രെൻഡിംഗ് ആഭരണ പേജ് ഉടമകളാണ് താരത്തിനെതിരെ വഞ്ചനാ കുറ്റം ആരോപിച്ച് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കൊളാബറേഷന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റിയ ശേഷം വാക്ക് പാലിക്കാതെ വഞ്ചിച്ചു എന്നാണ് ഇവരുടെ പരാതി. 2024 ജൂണിലാണ് വിവാദങ്ങൾക്കാസ്പദമായ സംഭവം തുടങ്ങുന്നത്. ബിൻസി നേരിട്ട് കൊളാബറേഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉടമകൾ വില കൂടിയ ആഭരണങ്ങൾ സൗജന്യമായി അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റിയ ശേഷം പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് താരം ഒഴിഞ്ഞു മാറി. മാസങ്ങളോളം തന്റെ പേജിൽ മറ്റ് വീഡിയോകളും പോസ്റ്റുകളും ബിൻസി പങ്കുവച്ചിട്ടും തങ്ങളുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ താരം തയ്യാറായില്ലെന്ന് പേജ് ഉടമകൾ വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ ഒരു ബിഗ് ബോസ് താരത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് മാത്രമാണ് ഉടമകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് മറ്റ് ബിഗ് ബോസ് താരങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുമെന്നതിനാലാണ് ഇപ്പോൾ ബിൻസിയുടെ പേര് വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ഇവർ പറഞ്ഞു. 2025 ജനുവരി വരെ തങ്ങളുടെ മെസ്സേജുകൾ അവഗണിച്ച താരത്തിന്റെ നിലപാട് ഒരു ചെറുകിട ബിസിനസിനോടുള്ള ക്രൂരതയാണെന്ന് ഇവർ ആരോപിക്കുന്നു. തട്ടിപ്പ് വിവരം പുറത്തായതോടെ 1.5 വർഷത്തെ മൗനം വെടിഞ്ഞ് ബിൻസിയും സുഹൃത്തും ഒത്തുതീർപ്പിനായി രംഗത്തെത്തി. ആഭരണങ്ങളുടെ പണം നൽകാമെന്നും പകരം തങ്ങൾക്കെതിരെയുള്ള വീഡിയോ നീക്കം ചെയ്യണമെന്നും ബിൻസി ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു ക്ഷമാപണം പോലും നടത്താതെ പണം നൽകി പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ബിൻസിയുടെ മനോഭാവമാണ് ഉടമകളെ കൂടുതൽ പ്രകോപിച്ചത് എന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെതിരെ ബിൻസി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പോസ്റ്റിന് തൊട്ട് താഴെ തന്നെ ബിൻസി പറഞ്ഞ കാര്യമെന്നോ കമന്റ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് കൂടെ വായിക്കാൻ ഞാൻ തള്ളുമ്പോ കുറച്ച് മയത്തിൽ തള്ളു കൊള്ളാലോ. അതെ, 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയും ആണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചത്? ഈ കമന്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കണേ. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ആണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഈ വില കൂടിയതാണ് എന്ന് പറയുമ്പോഴാണ് ആ ചിരി വരുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജ് ഉണ്ട് എന്നാണ് ബിൻസിയുടെ ഈ ഒരു കമന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പറഞ്ഞ വ്യക്തികളും ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിൽ കൂടി ഞാനിന്ന് വായിക്കാം. അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വില കൂടിയ പ്രൊഡക്റ്റ് അല്ല ഞങ്ങളുടെ പേജിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്നാൽ ഈ കൊളാബറേഷൻ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇതിന് ഉത്തരവാദിത്തം എടുക്കുന്നതിന് പകരം ഞങ്ങളെ ചീപ്പ് ബിസിനസ് എന്നും ചെറിയ ബിസിനസ് എന്നും വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന രീതിയിൽ ആണ് പറയുന്നത്. ഒരു സോറി പറയാനും പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഒരു സ്മോൾ ബിസിനസ് ആണ്. ആളുകൾക്ക് സാധ്യമാകുന്ന വിലയിൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങളുടെ വില കുറവാണെന്ന കാരണം കൊണ്ട് ആരും ഞങ്ങളെ പറ്റിക്കാൻ അവകാശമില്ല. ഇവൻ 1 രൂപയാണെങ്കിലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾ ഒരു സ്മോൾ ബിസിനസ് ആണ്. അപ്പോൾ ഇതാണ് സംഭവവികാസം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ സംഭവം ഉള്ളതാണ് എന്ന് ബിൻസി തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ബിൻസി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം വില കൂടിയ ആഭരണമെന്നാണ്. അത് വില കൂടിയ ആഭരണമൊന്നുമല്ല, പകരം 100-150 രൂപയുടെ ആഭരണമാണ് എന്ന തരത്തിലാണ് ബിൻസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ബിൻസി ഈ പറഞ്ഞ കാര്യം, അതായത് 100 ആയാലും 150 ആയാലും അത് ചിലപ്പോൾ അവർക്ക് വലിയ ഒരു ഇതായിരിക്കാം. അത് എത്രയാവട്ടെ, 1 രൂപ ആയാലും എന്ത് തന്നെ ആയാലും അത് ഈ വ്യക്തികൾ, അതായത് ഈ പറയുന്ന ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അവർക്കത് 1 രൂപയായാലും അത് വലുത് തന്നെയാണ്. അപ്പോഴാണ് ഈ 100-150 എന്ന തരത്തിൽ വില കുറച്ച് കാണേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് താഴെ, അതായത് ബിൻസി ഇട്ട കമന്റിന് തൊട്ട് താഴെ തന്നെ ഒരുപാട് കമന്റുകൾ ബിൻസിക്കെതിരെ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു തരത്തിൽ 100-150 എന്നുള്ള ആ ഒരു തരത്തിൽ തള്ളുമ്പോൾ കുറച്ച് മയത്തിൽ തള്ളു എന്നുള്ള തരത്തിലൊക്കെ തന്നെ ബിൻസി പറഞ്ഞ ആ ഒരു കാര്യം ശരിയായിരിക്കാം. 100-150 രൂപയായിരിക്കാം. പക്ഷെ അത് വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല.
ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയാസ് ഈ പറയുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് തള്ളിക്കയറ്റാം. പക്ഷെ അത് ബിൻസി ആ ഒരു ഇതിൽ 100-150 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവർ തന്നെ ഇട്ടിരിക്കുന്ന മറ്റൊരു കമന്റ് എന്ന് പറയുന്നത് 2024 അയച്ച പ്രൊഡക്ട്സ് ആണ് സുഹൃത്തെ, ബിഫോർ ബിഗ് ബോസ് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് ഞങ്ങളും സ്റ്റാർട്ടിംഗ് ആയിരുന്നു, ഇപ്പോൾ 2026, അതായത് 2 വർഷമായി ഈ ഒരു കാര്യം നടന്നിട്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റഡ് കാണേണ്ട കാര്യം. അതും അങ്ങോട്ടാണ് ഈ പറയുന്ന ബിൻസി ചോദിച്ച് ചെന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ബിൻസിക്ക് തന്നെ അത് ഒതുക്കി തീർക്കാമായിരുന്ന ഒരു ചെറിയ കാര്യം അത് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാവുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് എടുത്ത് വാർത്തയാക്കി ഇടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബിൻസി കാണിച്ചൊരു മണ്ടത്തരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബിൻസി തന്നെ പറയുന്നത് 100-150 രൂപ എന്നുള്ള തരത്തിൽ. പക്ഷേ ബിൻസി അല്ലേ ഇത് അങ്ങോട്ട് ചെന്നത്, അല്ലാതെ അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടല്ലല്ലോ ഈ കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു, ആ ഒരു തരത്തിൽ അവർ ആ പ്രൊഡക്റ്റ് തരുന്നു. പക്ഷെ പ്രൊമോഷൻ ചെയ്യുന്നില്ല. 2 കൊല്ലത്തോളമായി അവർ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നില്ല. അവസാനമായപ്പോഴത്തേക്കും അത് ഒതുക്കി തീർക്കാനായിട്ട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇത്രയും വഷളായപ്പോഴത്തേക്കും അത് പിന്നെ കാശ് കൊടുത്ത് അതിന്റെ ഇത് ഓക്കെ ആക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ഒരു സോറി പോലും ഇത്രയുമായിട്ടും പറയാതെ ഇരുന്നത് കൊണ്ട് അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് ഇത് വാർത്തയാക്കണമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം ഒരു ചെറിയ കാര്യമായിരുന്നു. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പ്രശ്നമായി മാറത്തില്ലായിരുന്നു. ഇത് ഓൺലൈൻ മീഡിയാസിൽ തന്നെ ഒരു അറ്റക്കേസായിട്ട് കാര്യങ്ങൾ മാറത്തില്ലായിരുന്നു. എന്തായാലും സംഭവം ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഓരോരോ വിഷയങ്ങളെ ശരിക്കും പറഞ്ഞാൽ ബിൻസി എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ 100-150 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടതും ശരിക്കും പറഞ്ഞാൽ ബിൻസി ചെയ്തത് ശരിയായിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അതിപ്പോൾ എത്ര തന്നെ ആയാലും 1 രൂപ ആയാൽ പോലും അത് ഈ ചെയ്യുന്നവർക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ എത്ര എമൗണ്ട് ആയാലും തന്നെ. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഈ ഒരു രീതിയിലോട്ട് ആക്കുമ്പോഴത്തേക്കും അതിനെ ന്യായീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മാത്രം എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം പരമാവധി ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ശ്രമിച്ചിരുന്നെങ്കിൽ. പക്ഷെ അതിപ്പോ ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയത് അത് ബിൻസിക്ക് തന്നെ ഒരു പ്രശ്നമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനാണ് സാധ്യത. അതൊരു രമ്യതയിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു. കാരണം വിഷയങ്ങൾ പലതും ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കേണ്ട രീതിയിൽ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഇവിടം വരെ ആയി. ഓൺലൈൻ മീഡിയസ് ഒക്കെ എടുത്ത് ഈ ഒരു തരത്തിലൊക്കെ ഇടുന്നുണ്ട്. കാര്യം ഇനി എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിലും അതൊരു ചെറിയ കാര്യമായാലും ഈ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ബിൻസിയും അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിൻസി പ്രൊമോഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവസാനം പറ്റിച്ചു എന്ന് പറഞ്ഞ് അവരും ഇതിൻ്റെ അകത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്തായാലും കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇനി എന്താവും എന്നുള്ളത് തമ്പുരാനറിയാം.